ഹായ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംബുലൻസ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി WC ബാനർജിയാണ്. രണ്ടാമത്തെയാണ്, സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ധാക്ക, ബംഗ്ലാദേശിൻ്റെയാണ്. മൂന്നാമത്തെയാണ്, 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കേഴ്സൺ പ്രഭുവാണ്. നാലാമത്തെയാണ്, തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാരായിരുന്നു? അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം, ബാലഗംഗാധര തിലക്, അത് ട്രൂ ആണ്. രണ്ടാമത്തെ ദാദാഭായ് നവറോജിയാണ്, അത് ഫോൾസ് ആണ്. അപ്പോൾ മൂന്നാമത്തേത് ലാലാ ലജ്പത് റായ്, അതും ട്രൂ ആണ്. അപ്പോൾ 1, 3 എന്ന ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അത് ഭരണഘടന അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അത് നവംബർ 26 1949. നിലവിൽ വരുന്നത് 1950 ജാനുവരി 26 റിപ്പബ്ലിക് ഡേ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ ഒന്നാമത് നോക്കുക, എഴുതപ്പെട്ട ഭരണഘടന. അപ്പോൾ അത് ശരിയാണ്, ഇന്ത്യയുടെ എഴുതപ്പെട്ട ഭരണഘടനയാണ്, ലിഖിത ഭരണഘടനയാണ്. രണ്ടാമത്തെ പ്രസിഡൻഷ്യൽ സമ്പ്രദായം, അത് തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്, ഉൾപ്പെടാത്തത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? അത് ഒന്നാമത്തെയാണ് ഇന്ത്യ, ഇന്ത്യക്ക് എഴുതപ്പെട്ട ഭരണഘടനയാണ്. രണ്ടാമത്തെ ബ്രിട്ടൻ ആണ്, അത് തെറ്റാണ്. അപ്പോൾ ഒന്ന് ഉള്ള ഓപ്ഷൻസ് മാത്രം താഴോട്ട് നോക്കിയാൽ മതി. അപ്പോൾ ബിയും സിയും മാത്രമേ ഒന്നുള്ളൂ, ബാക്കി രണ്ടും റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി 3ഉം 4 നോക്കാം. 3ഉം 4 ഇസ്രയേലും 4 അമേരിക്കൻ ഐക്യനാടുകളാണ്. അപ്പോൾ അമേരിക്കക്കാണ് എഴുതപ്പെട്ട ഭരണഘടനയുള്ളത്. അപ്പോൾ നാലാമത്തെയാണ്, അതിൽ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1 and 4 ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. മുമ്പ് ഇത് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തതായിരുന്നു. 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതി 1978 സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുള്ളത്. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വതന്ത്ര സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരുവാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആരാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ചട്ടമ്പി സ്വാമികൾ. 15 സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വക്കം അബ്ദുൽ ഖാദർ. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? അതാണ് ഓപ്ഷൻ സി ഗഗൻയാൻ പദ്ധതിയാണ്. ഇതിൽ മംഗൾയാൻ പറയുന്നത്, മംഗൾയാനാണെങ്കിൽ ഇന്ത്യയുടെ ചൊവ്വ ദൗത്യമാണ്. 2013 നവംബർ 5 PSLV-C 52 യൂസ് ചെയ്തിട്ടാണ് വിക്ഷേപിച്ചിട്ടുള്ളത്. PSLV-C 25 ആണ്, സോറി. അതിൽ ചന്ദ്രയാൻ 3 പറയുന്നുണ്ട്. ചന്ദ്രയാൻ 3 ആണെന്നെങ്കിൽ ജൂലൈ 14, 2023 അത്. ആ സമയത്തുണ്ടായിരുന്ന ISROയുടെ ചെയർമാൻ S സോമനാഥാണ്. ചന്ദ്രയാൻ 2ൻ്റെ സമയത്ത് K ശിവനായിരുന്നു ISROയുടെ ചെയർമാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 17ാമത്തേത്, 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സ്പെയിൻ ആയിരുന്നു. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫോർവേഡ് ബ്ലോക്ക് ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വില്യം ലോഗൻ കമ്മീഷനാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, VP മേനോൻ, വാപ്പാല പങ്കുണ്ണി മേനോനാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 1ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലക്കാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, കാർഷിക മേഖലക്കാണ്.
22ാമത്തേത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ആരാണ്? അത് കറണ്ട് അഫെയർ ആണ്. അപ്പോൾ ആ സമയത്ത് ശക്തികാന്ത ദാസ് ആയിരുന്നു, ഓപ്ഷൻ ഡി ആയിരുന്നു. ഇപ്പോൾ നിലവിൽ 26ാമത്തെ RBIയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. 24ാമത്തെ ക്വസ്റ്റ്യനാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? അതിൻ്റെ ആൻസർ വരുന്നത് വി രാമസുബ്രഹ്മണ്യനാണ്, നിലവിലുള്ളത് കേട്ടോ. 25ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, കാരക്കോറം. 26ാമത്തെ ക്വസ്റ്റ്യനാണ്, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ഉപദ്വീപീയ പീഠഭൂമിയാണ്. 27ാമത്തെ ക്വസ്റ്റ്യനാണ്, ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, കബനിയാണ്. 28ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ, റാഡ്ക്ലിഫ് രേഖയാണ്. 29, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി, ഗുജറാത്താണ്. 30ാമത്തെ ക്വസ്റ്റ്യനാണ്, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? അത് ആനമുടിയാണ്, ഓപ്ഷൻ ബി ആണ്. 31, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? അത് വിഴിഞ്ഞം പോർട്ടാണ്, 31 സി ആണ്. 32, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, ചാലക്കുടി പുഴയിലാണ്. 33, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി ആണ്, പാമ്പാടും ചോലയാണ്, ഇടുക്കിയിലാണ്. 34ാമത്തെ ക്വസ്റ്റ്യനാണ്, കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? ആ സമയത്ത് ഉണ്ടായിരുന്നത് MB രാജേഷ് ആയിരുന്നു. പക്ഷെ ഇപ്പം നിലവിൽ 2026 തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജിയാണ്. 35ാമത്തെ ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്? ഓപ്ഷൻ സി, ശാസ്താംകോട്ട കായൽ, അത് കൊല്ലത്താണ്. 36ാമത്തെ ക്വസ്റ്റ്യനാണ്, കണ്ടൽ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം? അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, മംഗളവനമാണ്. 37ാമത്തെ ക്വസ്റ്റ്യനാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? അത് ഇടുക്കിയിലാണ്, ഓപ്ഷൻ സി ആണ്. ഒന്ന് മാത്രം പാലക്കാടുള്ളത്, അത് സൈലൻറ്റ് വാലിയാണ്. 38ാമത്തെ ക്വസ്റ്റ്യനാണ്, ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം? അത് ഓപ്ഷൻ സി, നെടുമ്പാശ്ശേരിയാണ്. 39, കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, മീനങ്ങാടിയാണ്. 40ാമത്തെ ക്വസ്റ്റ്യനാണ്, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, കേരളമാണ്. പിന്നെ 41ാമത്തെ ക്വസ്റ്റ്യനാണ്, 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരാണ്? അത് ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ്. പക്ഷെ ഇപ്പം നിലവിലുള്ളത് 2025 49ാമത്തെ വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ്. 42ാമത്തെ ക്വസ്റ്റ്യനാണ്, ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി? അതിന് ആൻസർ വരുന്നത് ജൂലൈ 14, 2023 ആ സമയത്ത് ISROയുടെ ചെയർമാനായിട്ടുണ്ടായിരുന്നത് S സോമനാഥാണ്. 43ാമത്തെ ക്വസ്റ്റ്യനാണ്, മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കുടുംബശ്രീയാണ്. 1998 മെയ് 17 കുടുംബശ്രീ രൂപീകരിക്കുന്നത്. 44ാമത്തെ ക്വസ്റ്റ്യനാണ്, യുനെസ്കോ സാഹിത്യനഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരമാണ്? ഓപ്ഷൻ ബി, കോഴിക്കോടാണ്. 45ാമത്തെ ക്വസ്റ്റ്യനാണ്, അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്ത് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഗുജറാത്തിലാണ്. 46ാമത്തെ ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3 വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അതിൻ്റെ ഒന്നാമത്തെ പ്രസ്താവനയാണ്,
വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ കെ ശിവനായിരുന്നു. അത് ചന്ദ്രയാൻ 2ൻ്റെ സമയത്തായിരുന്നു കെ ശിവൻ. 3ൻ്റെ സമയത്ത് സോമനാഥാണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഒന്നുള്ള എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എയും ബിയും സിയിലും ഒന്നുണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്താൽ ഡി ആയിരിക്കും ആൻസർ. 2, 3, 4 എന്നതാണ് ശരി. പിന്നെ 47ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? അതിന് ആൻസർ പിണറായി വിജയൻ. ഓപ്ഷൻ എ ആണ്. ഇപ്പം നിലവിൽ VD സതീശനാണ്. 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്. എൻ്റെ വഴിത്തിരിവാണ്. 49 ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആര്? അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്. മുഹമ്മദ് സിറാജ്. 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യ ഷെർപ്പ ആരായിരുന്നു? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അമിതാഭ് കാന്താണ്. 2025 ലേറ്റസ്റ്റ് ആയിട്ടുള്ള G20 നടന്നിട്ടുള്ളത് 2025 G20 നടന്നിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിലും 2026 USA മിയാമിയിലാണ് നടന്നിട്ടുള്ളത്. 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതിന് ആൻസർ ഓപ്ഷൻ എ ആഡം സ്മിത്ത് ആണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അതിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107 ആണ്. അത് ശരിയാണ്. രണ്ടാമത്തെയാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്, ചൈനയിലെ ഹാങ്ഷുവിലാണ്. അത് ശരിയാണ്. മൂന്നാമത്തെയാണ് പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരി എന്ന ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? അതിന് ആൻസർ ഓപ്ഷൻ എ കരളാണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്വാഷിയോർക്കറാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? അതിന് ആൻസർ ഓപ്ഷൻ ബി സൈലന്റ് വാലിയാണ്. അത് പാലക്കാട്. 56ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? അതിൻ്റെ ആൻസറാണ് ഓപ്ഷൻ സി ആണ്. ലക്ഷഗംഗയാണ്. അക്ഷയ എന്ന് പറയുന്നത് തക്കാളിയുടെ സങ്കര ഇനാണ് അക്ഷയ. ഇനി 57ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആയിരുന്നു. പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ്? ഇത് 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ ഇൻസ്പയർഡ് ബൈ നാച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി നമ്മുടെ ഭാവിക്ക് വേണ്ടി എന്നതാണ്. ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അസർബൈജാനിലെ ബാക്കു ആണ്. നെക്സ്റ്റ് രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അതിൻ്റെ ആൻസറാണ് ഓപ്ഷൻ ഡി ആണ്. ആശാധാര. 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? അതിൻ്റെ ആൻസറാണ് മില്ലറ്റ്സ് ഇയർ ആണ്. അതായത് ചെറുധാന്യ വർഷമായിട്ട്. ഓപ്ഷൻ ബി ആണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് 9, 7, 8. 9, 7, 5, 8 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും 5 ആയിരിക്കും എന്നുള്ളത്. കാരണം അതെന്താണ്? 5 ആസിഡ്സുകളാണ് അല്ലേ? 7 താഴെയുള്ളത്. 7 മുകളിലാണെങ്കിൽ അത് ബേസ് ആയിരിക്കും. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ഒന്നാമത്തെയാണ് അലൂമിനിയം ബോക്സൈറ്റ്. അത് ശരിയാണ്. രണ്ടാമത്തെയാണ് ഇരുമ്പ് ക്രയോലൈറ്റ്. അത് തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ബി എന്നതായിരിക്കും അതിൻ്റെ ആൻസർ. 62ാമത്തെയാണ്. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം എന്താണ്? വൈദ്യുത ജനറേറ്ററിലാണെങ്കിൽ യാന്ത്രികോർജ്ജത്തിനെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും. ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും. അതായത് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നതാണ് മോട്ടോർ.
മോട്ടോറിലുള്ള പ്രവർത്തനം. അപ്പോൾ 62 ഡി ആണ് ആൻസർ. 63 ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിട്ട് ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. അതിൽ ഒന്നാമത്തെയാണ് ഇലക്ട്രോൺ ജെ തോംസൺ, അത് ശരിയാണ്. രണ്ടാമത്തെയാണ് പ്രോട്ടോൺ ഹെൻറി മോസ്ലി, അത് തെറ്റാണ്. മൂന്നാമത്തെയാണ് ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, അത് ശരിയാണ്. നാലാമത്തെയാണ് പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡാണ്, അത് ശരിയാണ്. അപ്പം 1, 3, 4 എന്ന ഓപ്ഷൻ ഡി ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. പിന്നെ 64ാമത്തെ ക്വസ്റ്റ്യനാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ആ വസ്തുത ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഉള്ളത് നോക്കിയാൽ മതി ആൻസറിൽ. അപ്പോൾ ഓപ്ഷൻ ബി ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി 2 നോക്കുക. 2 നോക്കിയാൽ വസ്തുവിൻ്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും, അതും ശരിയാണ്. അപ്പോൾ 2 ഇല്ലാത്ത ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ സി ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ നോക്കുക. വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു, അത് തെറ്റാണ്. അപ്പോൾ മൂന്നുള്ളതും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ബിയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. 65 ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചതെന്നാണ്. അത് 2023 സെപ്റ്റംബർ 2 ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 66ാമത്തെ ക്വസ്റ്റ്യനാണ്. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നോർവേ ആയിരുന്നു. 2025 നോബൽ സാഹിത്യത്തിന് കിട്ടിയിട്ടുള്ളത് ലാസ്ലോ ക്രാസ്ന ഹോർക്കെ എന്ന ഹംഗറിക്കാരനാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനാണ്. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം, അതിന് ആൻസർ ഓപ്ഷൻ ഡി കരളാണ്. 68ാമത്തെ ക്വസ്റ്റ്യനാണ്. മലമ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി ഓപ്ഷൻ ബി ആണ്, പ്ലാസ്മോഡിയമാണ്. 69 ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ, അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, CT സ്കാൻ ആണ്. ബാക്കിയെല്ലാം നമുക്ക് ലഭ്യമായിട്ടുള്ളതാണ്. 70ാമത്തെ ക്വസ്റ്റ്യനാണ്. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം, അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, ജൂൺ 7 71 കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം, അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, തൃശ്ശൂരാണ്. 72 താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത്, അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, തൊണ്ടമുള്ളാണ്. 73 യോജക കലയെ ബാധിക്കുന്ന ക്യാൻസറാണ്, എ ആണ്, സർക്കോമ. 74 സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി, അതിന് ആൻസർ ഓപ്ഷൻ സി ആണ്, നിരാമയ. 75 കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്, അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2008 76ാമത്തെ ക്വസ്റ്റ്യനാണ്. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? അത് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. 77ാമത്തെ ക്വസ്റ്റ്യനാണ്. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്, ഓപ്ഷൻ എ ആണ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 78 കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ്, സി ആണ് ആൻസർ, സശ്രദ്ധം. 79 ലോക ജന്തുരോഗ ദിനം, അതിന് ആൻസർ ഓപ്ഷൻ എ ആണ്, ജൂലൈ 6. 80ാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ കേരള ആരോഗ്യ വകുപ്പ്, ഇത് ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി നിലവിൽ ആരാണ്? കെ മുരളീധരനാണ്.